കൊടൈക്കനാലിലെ നിഗൂഢമായ ഗുണ കേവ് സന്ദർശിച്ച മഞ്ഞുമൽ ബോയ്സ് ഇപ്പോൾ സൂപ്പർ താരങ്ങളാണ്. ഇന്ന് ഗുണ കേവ് ആർക്കും സന്ദർശിക്കാൻ കഴിയില്ല. ഗുണ കേവിൻ്റെ നിഗൂഢതയും ദൃശ്യഭംഗിയും അങ്ങനെ ആർക്കും പ്രാപ്യമല്ലാത്ത രീതിയിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു കഴിഞ്ഞു. ഗുണ കേവ് പോലെ നിഗൂഢമായി കിടക്കുന്ന തമിഴ്നാട് ബോർഡറിലുള്ള ഒരു കിടിലൻ സ്പോട്ട് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണിത്. സഞ്ചാരികളോ വ്ളോഗർമാരോ ഇതുവരെ കടന്നു ചെന്നിട്ടില്ലാത്ത പ്രദേശവാസികൾക്ക് മാത്രം പരിചയമുള്ള പുരപ്പാറ എന്ന നിഗൂഢ കേന്ദ്രത്തിലേക്കുള്ള സഞ്ചാരവും അവിടുത്തെ കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ. തമിഴ്നാട്ടിലെ തേനിയിൽ നിന്നും ഞങ്ങൾ വണ്ടൻമേട് വഴി നാട്ടിലേക്ക് വരുമ്പോഴാണ് വഴിയിലുള്ള തട്ടുകടയിൽ വെച്ച് മലയാളിയായ ഒരു ഏലം കർഷകനെ കണ്ടുമുട്ടിയത്. ഇവിടെ വണ്ടൻമേട്ടിൽ ഏലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുകയാണ് ഇദ്ദേഹം. ഏലകൃഷിയെക്കുറിച്ചുള്ള കഥകളൊക്കെ കേട്ട് ഇദ്ദേഹത്തിൻ്റെ തോട്ടത്തിലൂടെ ചുറ്റിയടിക്കുമ്പോഴാണ് പുരപ്പാറയെക്കുറിച്ച് അദ്ദേഹം ഞങ്ങളോട് പറയുന്നത്. പിന്നെയൊന്നും നോക്കിയില്ല, അദ്ദേഹത്തെയും കൂട്ടി ഞങ്ങൾ പുരപ്പാറയിലേക്ക് പുറപ്പെട്ടു. ഇടുക്കി ജില്ലയിലെ വണ്ടൻമേട്ടിൽ തമിഴ്നാട് കേരള അതിർത്തിയിലാണ് പുരപ്പാറ സ്ഥിതി ചെയ്യുന്നത്. പുരപ്പാറയിലേക്കുള്ള വഴി ആരംഭിക്കുന്നത് ഇവിടെയാണ്. കൃത്യമായി പറഞ്ഞാൽ പുരപ്പാറ കേരളത്തിലല്ല സ്ഥിതി ചെയ്യുന്നത്, തമിഴ്നാട്ടിലാണ്. നിലവിൽ ഇതൊരു ടൂറിസം ഡെസ്റ്റിനേഷനേ അല്ല. ഇവിടുത്തെ നാട്ടുകാർക്ക് മാത്രമേ ഇത്തരമൊരു സ്പോട്ട് ഇവിടെയുള്ളതായിട്ട് അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ സഹായമില്ലാതെ നമുക്കിവിടെ എത്തിച്ചേരാനും കഴിയുകയില്ല. നമ്മളിപ്പോൾ നടക്കുന്ന ഈ വഴിയും കൃത്യമായ വഴിയൊന്നുമല്ല. പ്രദേശവാസികൾ നടന്ന് ഉണ്ടായി വന്ന ഒരു കാട്ടുപാതയാണ് ഇത്. ദൃശ്യത്തിൽ കാണുന്നത് പോലെ ഇതൊരു ചെങ്കുത്തായ മലയാണ്. ഈ മല അല്പം ഇറങ്ങിച്ചെന്നാലാണ് നമുക്ക് പുരപ്പാറയിലേക്ക് എത്താൻ കഴിയുക. ചെങ്കുത്തായ മല ആയതിനാൽ താഴേക്ക് ഇറങ്ങുന്നത് സൂക്ഷിച്ചു വേണം. കാലൊന്ന് ഇടറിയാൽ നമ്മൾ താഴെ കമ്പം തേനിയിൽ എത്തിച്ചേരും. ആദ്യം ചെങ്കുത്തായ ഈ മല കുറച്ച് ഇറങ്ങിയതിന് ശേഷം ഈ മലഞ്ചെരിവിലൂടെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകണം. ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് താഴെ കമ്പം തേനി പ്രദേശങ്ങൾ കാണാം. കമ്പന്തേനി പ്രദേശങ്ങളൊക്കെ നമുക്ക് വിശദമായി പിന്നീട് കാണാം. നമുക്ക് പുരപ്പാറയിലേക്ക് തന്നെ മുന്നോട്ട് പോകാം. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ ഭീമാകരമായ ഒരു പാറയുടെ മുഖം പ്രത്യക്ഷപ്പെട്ടു. ഇതാണ് പുരപ്പാറ. ഭീമാകാരമായ പാറയുടെ അടിഭാഗത്ത് പ്രകൃതിദത്തമായി രൂപപ്പെട്ട പൊള്ളയായ ഭാഗമാണ് പുരപ്പാറ. പുര എന്നാൽ വീട് എന്നാണല്ലോ അർത്ഥം. അപ്പോൾ പാറയുടെ ഈ അടിഭാഗം മേൽക്കൂരയൊക്കെയായി വീട് പോലെ തോന്നിക്കുന്നത് കൊണ്ടാവാം ഇതിനെ നാട്ടുകാർ പുരപ്പാറ എന്ന് വിളിച്ചു പോരുന്നത്. പാറയുടെ ഈ വിശാലമായ മേൽക്കൂരയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. മേൽക്കൂരയ്ക്ക് താഴെ അകത്തോട്ട് ചെല്ലുന്തോറും ഉയരം കുറവാണ്. ഇത് പുരപ്പാറയുടെ തുടക്കമാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ വലതുഭാഗത്തേക്ക് ഈ പുരപ്പാറ നീണ്ടു കിടക്കുന്നതായി കാണാം. ഈ വഴി മുന്നോട്ട് പോയാൽ എന്തൊക്കെ നമുക്ക് കാണാനാവും എന്ന് നമുക്ക് നോക്കാം. ഇതുവഴി നടക്കുമ്പോഴും തൊട്ടു താഴെ കമ്പംതേനി പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഭാഗങ്ങളിലും പാറയുടെ മേൽക്കൂരയ്ക്ക് താഴെ വിശാലമായ ഇടമാണ്. ചിലയിടങ്ങളിൽ ഉയരം കുറവാണ്. തല താഴ്ത്തി സൂക്ഷിച്ചു വേണം മുന്നോട്ട് നടക്കാൻ. ഇവിടെ പുരപ്പാറ അവസാനിക്കുകയാണ്. തീർത്തും ശാന്തമായ ഒരിടം. താഴെ നിരന്നു കിടക്കുന്ന കൃഷിയിടങ്ങൾ. കമ്പംതേനി പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങൾ നോക്കി ഇവിടെ എത്ര നേരം വേണമെങ്കിലും നമുക്കിരിക്കാൻ പറ്റും. ഇവിടെ ഇരുന്നാൽ സമയം പോകുന്നതേ അറിയുകയില്ല. അത്രമേൽ ശാന്തമായ ഒരു ഇടമാണ്. എളുപ്പം നടന്നെത്താവുന്നതും അപകടകരമല്ലാത്തതുമായ അഡ്വഞ്ചർ ടൂറിസത്തിന് പറ്റിയ ഏറ്റവും നല്ല ഇടമാണ് പുരപ്പാറ. ഈ പാറയുടെ മേൽക്കൂരയ്ക്ക് താഴെ സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിൽ വിവിധങ്ങളായ കാര്യങ്ങൾ ഒരുക്കുവാൻ കഴിയും. അത്രയും വിശാലമായ സ്ഥലം ഇവിടെയുണ്ട്. ഭാവിയിൽ ഈ സ്ഥലം അതിമനോഹരമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വേണമെങ്കിൽ ഈ പ്രദേശത്തെ നമുക്ക് ഒരു ഗുഹയെന്ന് വിളിക്കാം. എന്നാൽ ഗുഹയുടെ മാതിരി വൃത്താകൃതിയിൽ ആഴങ്ങളിലേക്ക് പോകുന്ന ഒരു സ്വഭാവമല്ല ഇവിടെയുള്ളത്. മറിച്ച് ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് നീണ്ടു കിടക്കുന്ന ഒരു വരാന്ത പോലെയുള്ള ഭാഗമാണ് ഇവിടം. കൊത്തിയെടുത്തതുപോലെയുള്ള ഈ മേൽക്കൂരയ്ക്ക് താഴെ വിശാലമായി കിടക്കുന്ന ഒരു വരാന്ത. പണ്ടുകാലത്ത് ഇവിടെ പൂർവികരായ മനുഷ്യർ താമസിച്ചിരുന്നെന്നോ മറ്റുള്ള കാര്യങ്ങൾ ഒന്നും ലഭ്യമല്ല.
അത്തരം ചരിത്ര പശ്ചാത്തലമുള്ളതായി ആർക്കും അറിയത്തുമില്ല. നാട്ടുകാർ നേരം ചിലവഴിക്കാൻ വന്നെത്തുന്ന ഒരു ഇടം മാത്രമാണ് നിലവിൽ പുരപ്പാറയുടെ അവസ്ഥ. കുറച്ചു നേരം കൂടി അവിടെ ചിലവഴിച്ചതിന് ശേഷം പുരപ്പാറയിൽ നിന്നും ഞങ്ങൾ തിരിച്ചു നടന്നു. ഇനി മല കയറ്റമാണ്. എന്തായാലും വളരെ യാദൃശ്ചികമായിട്ടാണെങ്കിലും പുരപ്പാറ സന്ദർശിക്കാൻ കഴിഞ്ഞത് വളരെ നല്ലൊരു കാര്യം തന്നെ. നാളെ ഇതൊരു മനോഹരമായൊരു ടൂറിസം ഡെസ്റ്റിനേഷനായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പുരപ്പാറയുടെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സന്ദർശിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.